ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ മോനും കൂടെ ചേർന്ന് ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഫ്രൂട്ട്സ് കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുട്ടികളായാലും ഇഷ്ടം മാതിരി ഫ്രൂട്ട്സ് കഴിക്കും. വെൽക്കം ടു സ്വപ്ന സ്പൈസി വേൾഡ്. ഫ്രൂട്ട് സലാഡിന് 3 ഇൻഗ്രീഡിയൻസ് മസ്റ്റായിട്ട് വേണം. ഒരു സവാളയും ക്യാപ്സിക്കവും യോഗട്ടുമാണ്. അത് എപ്പോഴും നമ്മൾ എന്ത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും തേനും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേനാണ് ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് വെച്ച് കഴിയുമ്പം നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഇതിൽ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ അരിഞ്ഞ് ഇതിൽ വെളുത്തുള്ളി നമുക്കിതിലിടാം. കാരണം അത് മയണൈസ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. മാത്രമല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു മധുരവും കിട്ടും. ഇതാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും തേനും കൂടെ ഉള്ളൊരു ഐറ്റം. നിങ്ങൾ 2 വീക്സ് എങ്കിലും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ മോനും കൂടെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളുടെ മക്കളെ കൊണ്ട് തന്നെ ഇത് അരിഞ്ഞ് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റും കൂടെ ആയിരിക്കുമല്ലോ. ഞങ്ങൾ പോയി അടുത്തുള്ള ഷോപ്പിംഗ് മാളിൽ പോയിട്ടായിരുന്നു ഈ ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് കത്തി കൊടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം, കൈ മുറിയാതെയൊക്കെ നോക്കണം. ഒരു കളറും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അനാറും അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡ്രാഗൺ ഫ്രൂട്ട് അകത്ത് നല്ല ഡാർക്ക് കളർ, പേർപ്പിൾ കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അതിനൊരു ആർട്ടിഫിഷ്യൽ കളറൊക്കെ കൊടുക്കും. പിന്നെ കപ്പങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. കപ്പങ്ങയൊക്കെ നമുക്ക് വയറിന് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. മിക്ക വീടുകളിലും ഉണ്ടാകും, കപ്പങ്ങ ഉണ്ടാകും പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് നല്ല പഴുത്ത കപ്പങ്ങ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് നമുക്ക് അരിഞ്ഞിതിലിടാം. ഡ്രാഗൺ ഫ്രൂട്ട് 2ആയിട്ട് മുറിച്ച് ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ട് അതിൽ ആഡ് ചെയ്യാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കളർ തന്നെയാണ് ഫ്രൂട്ട് സലാഡിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡാർക്ക് കളറിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇത് 2ആയിട്ട് മുറിക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കാൻ തോന്നും, അതിൻ്റെ ആ അട്രാക്റ്റീവ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ നമുക്ക് കത്തി കൊണ്ട് തന്നെ വരഞ്ഞ് അത് ചെറിയ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് യോഗട്ട് 2 സ്പൂൺ ആഡ് ചെയ്തിട്ട് ഇതിനെല്ലാം നമ്മൾ എത്ര ഫ്രൂട്ട്സ് എടുത്തോ അതിനെല്ലാം കൂടി നമുക്ക് 2 സ്പൂൺ യോഗട്ട് ആഡ് ചെയ്താൽ മതി. ആ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. അപ്പോൾ 2 സ്പൂൺ യോഗട്ട് ആഡ് ചെയ്തിട്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ തേൻ കൂടെ ആഡ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡിയാക്കാം. താങ്ക് യു.